ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. 1 ലക്ഷത്തോളം അയ്യപ്പ ഭക്തർ കഴിഞ്ഞ 2 ദിവസമായി ദർശനത്തിനെത്തിയിരുന്നു. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി വിവിധ വകുപ്പുകൾ നടത്തുന്ന കർപ്പൂരാഴിക്ക് ഇന്ന് തുടക്കമാകും. അഖിൽ പാലോട്ട് മഠം ചേരുന്നു അവിടെ നിന്നും. അഖിൽ, നമസ്തേ, സ്വാമി ശരണം. ദിവസങ്ങൾ കഴിയുംതോറും മണ്ഡലകാലവും അടുക്കും തോറും വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങൾ. അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ മണ്ഡലകാലത്തെ ഏറ്റവും വലിയ സീസണിലെ ഏറ്റവും അധികം വന്ന ഭക്തജനങ്ങൾ ഇന്നലെയാണ് എത്തിയിട്ടുള്ളത്. 96,853 അയ്യപ്പ ഭക്തരാണ് ഇന്നലെ അയ്യപ്പസ്വാമിയെ കാണുന്നതിലേക്ക് വേണ്ടി, ദർശനം നടത്തുന്നതിലേക്ക് വേണ്ടി ശബരിമല സന്നിധിയിലേക്ക് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം, അതായത് വ്യാഴാഴ്ച എത്തിയത് 96,007 ആയിരുന്നു എങ്കിൽ അത് മറികടന്നുകൊണ്ടാണ് ഇന്നലത്തെ അയ്യപ്പ ഭക്തരുടെ എണ്ണം എത്തുന്നത്. അതായത് ലക്ഷത്തിലേക്ക് അടുക്കുകയാണ് അയ്യപ്പ ഭക്തരുടെ എണ്ണം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ 18-ാം പടിക്കു മുമ്പിൽ നിൽക്കുന്ന അയ്യപ്പ ഭക്തരുടെ ക്യൂ ആണ്. അതായത് 18-ാം പടിക്ക് തൊട്ട് മുമ്പിൽ തീർത്തിരിക്കുന്ന ബാരിക്കേഡിന് മുമ്പിൽ നിൽക്കുന്ന അയ്യപ്പ ഭക്തരെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. വിവിധ സ്ഥലങ്ങളിൽ, അതായത് ഈ കാണുന്ന 18-ാം പടിക്കു താഴെ, അതിന് തൊട്ടു താഴെ വലിയ നടപ്പന്തൽ, അവിടെ നിന്നും ശരംകുത്തി വരെ ഇപ്പോൾ നീളുന്ന ക്യൂ ഉണ്ട്. തിരക്ക്, അതായത് സന്നിധാനത്തേക്ക് അയ്യപ്പ സ്വാമിയുടെ അരികിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന ഒരു തിരക്ക് കുറയ്ക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത് പോലീസ്. 18-ാം പടി കയറി എത്തുന്ന അയ്യപ്പ ഭക്തർ അവിടെ നിന്നും ഫ്ലൈ ഓവർ വഴിയാണ് പൂർണ്ണമായും അയ്യപ്പ ഭക്തരെ ശ്രീകോവിലിന് അരികിലേക്ക് പോലീസ് കടത്തിവിടുന്നത്. ഫ്ലൈ ഓവറിലാകട്ടെ, ഫ്ലൈ ഓവറിന്റെ 4 വരികളിലും നിറഞ്ഞു നിൽക്കുന്ന അയ്യപ്പ ഭക്തരെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ചയും ഇവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നതാണ്. ഇന്ന് മുതൽ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലുള്ള ശബരിമലയുടെ മണ്ഡലപൂജയോടനുബന്ധിച്ചിട്ടുള്ള കർപ്പൂരാഴിക്കും ഇന്ന് തുടക്കമാകും. ഇന്ന് ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് വൈകുന്നേരത്തെ കർപ്പൂരാഴി ഉണ്ടാവുക. നാളെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കർപ്പൂരാഴിയായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം പിന്നെ ഭഗവാന്റെ മണ്ഡലപൂജയിലേക്ക് കടക്കുന്ന ചടങ്ങുകളായിരിക്കും ഉണ്ടാവുക. 25-നാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നുള്ള തങ്കയങ്കി ശബരിമല സന്നിധിയിലേക്ക് എത്തുക. 25-ന് വൈകുന്നേരത്തെ സന്ധ്യാദീപാരാധനയ്ക്ക് മുമ്പ് തന്നെ ഈ തങ്കയങ്കി ശ്രീകോവിലേക്ക് എത്തും. തങ്കയങ്കി ചാർത്തിയാണ് 25-ാം തീയതിയുള്ള സന്ധ്യാദീപാരാധന നടക്കുക. അതിനുശേഷമായിരിക്കും 26-ന് ഉച്ചയ്ക്കുള്ള മണ്ഡലപൂജയും നടക്കുക. രോഹിണി, എന്തായാലും ശബരിമല സന്നിധാനം ഭക്തിനിർഭരമായ, ശബരിമല സന്നിധാനം ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളിലേക്ക് കടക്കുന്ന കാഴ്ച പറഞ്ഞതുപോലെ തന്നെയാണ്. നമുക്ക് തിരക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. മണ്ഡലകാലം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ക്രമാനുഗതമായി തിരക്ക് വർദ്ധിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ മണ്ഡലപൂജയുണ്ട്. മകരവിളക്കിനോടനുബന്ധിച്ച് ഒരുപക്ഷെ വലിയ ജനത്തിരക്ക് തന്നെ അനുഭവപ്പെടും. എന്തായാലും അഖിൽ, മറ്റ് നടപടിക്രമങ്ങളിലേക്ക് വിവിധ വകുപ്പുകൾക്ക് കടക്കേണ്ടതുണ്ട്. ഇനി മണ്ഡലപൂജയ്ക്ക് മുൻപ്, മകരവിളക്കിന് മുൻപ് കൂടിയാലോചനകൾ നടത്തണം. തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ, സുഗമമായ ദർശനത്തിനുള്ള സംവിധാനങ്ങൾ, അതിനായി ദേവസ്വം ബോർഡും വിവിധ വകുപ്പുകളും പോലീസും ഒക്കെ ചേർന്നുള്ള നിരവധി മീറ്റിങ്ങുകൾ ഇനി തുടർന്നും ഉണ്ടാകും. അതിനൊക്കെയുള്ള സാധ്യതകൾ എത്രത്തോളമാണ് ഇനി വരും ദിവസങ്ങളിലും? രോഹിണി, ശബരിമല സന്നിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെടുന്ന 2 ദിവസങ്ങളാണ്. ഒന്ന് മണ്ഡലപൂജയും അതുപോലെ തന്നെ മകരവിളക്കും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം, പോലീസിനെ സംബന്ധിച്ചിടത്തോളം തിരക്ക് നിയന്ത്രിക്കേണ്ട ഏറ്റവും അധികമായ 2 ദിവസങ്ങൾ തന്നെയാണ് മണ്ഡലപൂജ എന്ന് പറയുന്നതും മകരവിളക്ക് എന്ന് പറയുന്നതും. അതുകൊണ്ട് തന്നെയാണ് 24 25 ദിവസങ്ങളിൽ ബുക്കിങ്ങുകൾ, അതായത് വെർച്വൽ ക്യൂ ബുക്കിംഗ് അടക്കമുള്ളവ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡും പോലീസും ചേർന്നിട്ടുണ്ട്. അതായത് 24-ന്റെയും 25-ന്റെയും സ്ലോട്ട് ഇതുവരെയും ആർക്കും നൽകിയിട്ടില്ല പോലീസ്. അതായത് 23 വരെയാണ് വെർച്വൽ ക്യൂ ബുക്ക് സംവിധാനം അയ്യപ്പ ഭക്തർക്കായി നൽകിയിട്ടുള്ളത്. അത് തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തി. 23-നും 25 സ്പോട്ട് ബുക്കിംഗ് വഴിയായിരിക്കും അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്ക് എത്തുന്നത്. നാളെ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ അന്തിമമായ യോഗം സന്നിധാനത്ത് ചേരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
മണ്ഡലപൂജയുടെ അധികമായി എത്തിയാൽ അവർക്കുള്ള ക്രമീകരണങ്ങൾ ആദ്യം മുതൽക്ക് തന്നെ 80,000 പേർക്കുള്ള സംവിധാനം മാത്രമാണ്. ആദ്യം മുതൽക്ക് തന്നെ 80,000 പേർക്കുള്ള സംവിധാനം മാത്രമാണ് ദേവസ്വം ബോർഡിന്റെ കയ്യിൽ പര്യാപ്തമായുള്ളത്. അതിന് മുകളിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിലാണ് അയ്യപ്പ ഭക്തർക്ക് ബുദ്ധിമുട്ടുകളിലേക്ക് പോകാൻ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ക്രമീകരണങ്ങളിലേക്ക് ക്രമീകരണങ്ങൾ കുറച്ചുകൂടി ഏർപ്പെടുത്തുമെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ശബരിമല സന്നിധാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. വലിയ ഒരു തിരക്കോടുകൂടി തന്നെയാണ് സന്നിധാനത്തിന്റെ മണ്ഡലപൂജയുടെ പര്യവസാനത്തേക്ക് ശരി അഖിൽ, സന്നിധാനത്ത് ഭക്തജനത്തിരക്ക് കൂടുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലുള്ള കർപ്പൂര അഴിക്കും തുടക്കം കുറിക്കുകയാണ്. അഖിലാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്.